ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പതിവ് പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള കുറച്ച് ടിപ്സ് വീഡിയോസും ട്രിക്സ് വീഡിയോസും ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പച്ച ചക്ക കേടൊന്നും കൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് വർഷങ്ങളോളം എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നുള്ള ഒരു ടിപ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, മഴക്കാലം ആയതുകൊണ്ട് തന്നെ കൊതുകിന്റെ ശല്യം വളരെ രൂക്ഷമായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ കൊതുകിനെയൊക്കെ തുരത്തി ഓടിക്കാൻ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെറിയ ചിലവിൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു ഹോം റെമഡി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ മൺചിരാത് ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ കത്തിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു പാത്രം എടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഉണങ്ങിയ ചെറുനാരങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ വീട്ടില് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണങ്ങിയ നാരങ്ങ ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഇനി ഇതിലേക്ക് 3-4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പട്ടയുടെ പീസും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 കർപ്പൂരം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് കത്തിച്ചു കൊടുക്കാം. വൈകുന്നേര സമയത്തൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ കൊതുകിനെ തുരത്തി ഓടിക്കാൻ മാത്രമല്ല വീട് മുഴുവനും നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കെമിക്കൽ ഒന്നും കൂടാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൊതുക് നിവാരണിയാണ് കേട്ടോ ഇത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൊതുക് ഈച്ചകള് ഒന്നും തന്നെ വരികയില്ല. സന്ധ്യാസമയത്ത് നമ്മൾ ഇതുപോലെ കത്തിച്ചിട്ട് കുട്ടികൾക്കൊന്നും കിട്ടാത്ത ഒരു സ്ഥലത്ത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ വീട് മുഴുവനും നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ വിലക്കുറവുള്ള ഈ ഒരു സമയത്ത് നമ്മൾ ചെറുനാരങ്ങയൊക്കെ ഒരുപാട് വാങ്ങിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെറുനാരങ്ങയൊക്കെ നമ്മൾ ഒരുപാട് വാങ്ങിക്കുന്ന സമയത്ത് ചെറുനാരങ്ങ മാസങ്ങളോളം സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചെറുനാരങ്ങ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെയുള്ള കുപ്പിയിലേക്ക് ഇടാം. ഇനി നമുക്ക് നാരങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ 1-2 മാസത്തോളം ചെറുനാരങ്ങ കേടൊന്നും വരാതെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ വിലക്കുറവുള്ള സമയത്ത് ചെറുനാരങ്ങയൊക്കെ ഒരുപാട് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. വായ്നാറ്റം എന്നത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ. വായ്നാറ്റത്തിന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മൗത്ത് വാഷ് ആണ് കേട്ടോ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലെയുള്ള ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പകുതി ലെമൺ പിഴിഞ്ഞു ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. രാവിലെയും വൈകുന്നേരവും നമ്മൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് ഗാർഗിൾ ചെയ്യുകയാണെങ്കിൽ വായ്നാറ്റമൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഒരാഴ്ച നമ്മൾ അടുപ്പിച്ച് ഇതുപോലെ 2 നേരം ചെയ്യുകയാണെങ്കിൽ വായ്നാറ്റം മാറി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ വായ്നാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരും ഈ ഒരു ട്രിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം.
പച്ച ചക്ക കേടൊന്നും കൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് വർഷങ്ങളോളം എങ്ങനെ സൂക്ഷിച്ചു വെക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ചക്കയുടെയൊക്കെ സീസൺ കഴിഞ്ഞാലും ഇതുപോലെ നമ്മൾ സൂക്ഷിച്ചു വെച്ചാല് എപ്പോൾ നമുക്ക് ചക്ക വേണമെന്ന് തോന്നുന്നുവോ ആ ഒരു സമയത്ത് നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാം. ഈ ഒരു ചക്ക ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള റെസിപ്പികളും ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ചക്ക ഞാനിപ്പോ കുരുവൊക്കെ കളഞ്ഞ് അതിന്റെ പുറത്തുള്ള ആ ഒരു ചവിണിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി തന്നെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് ചക്കയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള സിപ്ലോ കവറാണ് കേട്ടോ. ഈ ഒരു കവർ നമുക്ക് ഇല്ല എങ്കിൽ സാധാരണ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പ്ലാസ്റ്റിക് കവർ എടുത്താലും മതി. ചക്ക നമുക്ക് ഉപ്പൊക്കെ പുരട്ടി ഇതുപോലെ സിപ്ലോ കവറിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോ ഈ ഒരു ചക്ക ഇതുപോലെയുള്ള 3 കവറിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ എയർ ഒക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഫ്രീസറിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ ചക്കയുടെ സീസൺ കഴിഞ്ഞാലും ഈ ഒരു രീതിയിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചാല് ചക്ക എപ്പോ വേണമെന്ന് നമുക്ക് തോന്നിയാലും കഴിക്കാം. അപ്പൊ ചക്കയൊക്കെ ഒരുപാട് കിട്ടുന്ന ഈ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ചക്കക്കുരു ഫ്രഷ് ആയിട്ട് കേടൊന്നും വരാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ചക്കക്കുരു ആദ്യം തന്നെ ഒന്ന് ഉണക്കിയെടുക്കാം. ഒരിക്കലും നമ്മൾ ചക്കക്കുരു വെയിലത്ത് വെച്ച് ഉണക്കാൻ പാടില്ല. വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് 2-3 ദിവസം ഇതുപോലെ തന്നെ വെച്ചാൽ ഇതുപോലെ ഡ്രൈ ആയി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിൽ നിന്നും കേടുവന്നതും മുറിഞ്ഞതുമായ ചക്കക്കുരു ഒക്കെ മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെയുള്ള പോളിത്തീൻ കവറിലേക്ക് ചക്കക്കുരു മാറ്റിക്കൊടുക്കാം. എല്ലാ ചക്കക്കുരുവും കൂടി ഒരു കവറിലേക്ക് ആക്കാൻ പാടില്ല കേട്ടോ. കുറേശ്ശെയായിട്ട് നമുക്ക് ഓരോരോ പോളിത്തീൻ കവറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കവറ് എയറൊന്നും കയറാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ കെട്ടിക്കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര തന്നെ ചക്കക്കുരു വേണമെങ്കിലും ഇതുപോലെ പോളിത്തീൻ കവറിലാക്കി എയറൊന്നും കടക്കാതെ സൂക്ഷിച്ചു വെക്കാം. ഈ ഒരു ചക്കക്കുരു ഇനി സ്റ്റോർ ചെയ്യാൻ പോകുന്നത് മൺകലത്തിലാണ് കേട്ടോ. മൺകലത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മൾ കിഴിയാക്കി എടുത്ത ഈ ഒരു ചക്കക്കുരു ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൺകലത്തിന്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു പാത്രം കൊണ്ട് ഇതുപോലെ മൂടി വെക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ചക്കക്കുരു സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ 1 വർഷം വരെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ചക്കക്കുരു ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.